നമ്മുടെ രാജ്യത്തെ ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമായിരുന്നു 2008 മുംബൈയിൽ നടന്ന 26/11 ഓപ്പറേഷൻ ബ്ലാക്ക് ടോർണാഡോ എന്നറിയപ്പെടുന്ന നമ്മുടെ മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക്. മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിൽ ഏകദേശം 166 ആൾ മരിക്കുകയും അതിൽ ഏകദേശം 600-ൽ പരം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അത്രയും ഭീകരമായിട്ടുള്ള ഒരു ഭീകരാക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ-ഇ തോയ്ബയുടെ 10 ടെററിസ്റ്റുകളാണ് ഈ ഭീകരാക്രമണം നടത്തിയത്. അതിൽ നമ്മുടെ സൈനികർക്ക് കമാൻഡോസ് NSGയുടെ കമാൻഡോസിന് 9 ടെററിസ്റ്റുകളെ വധിക്കുവാനും 1 ടെററിസ്റ്റിനെ നമ്മുടെ ജീവനോടെ പിടിക്കുവാനും പറ്റി. അജ്മൽ കസബ് എന്ന ടെററിസ്റ്റ്. അജ്മൽ എന്ന ടെററിസ്റ്റിനെ 2008 അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അദ്ദേഹം ചെയ്തത് അത്രയും ക്രൂരമായിട്ടുള്ളൊരു കുറ്റമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകി. 2012 നവംബർ 21 അദ്ദേഹത്തിന് വധശിക്ഷ നൽകി. അതിൽ ആ ഓപ്പറേഷനിൽ ഉണ്ടായ അതല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ കമാൻഡോസിൻ്റെ ഭാഗമായ ഒരു വ്യക്തി എന്ന രീതിയിൽ, അതിൻ്റെ പാർട്ടായിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ അവിടെ കണ്ട അവസ്ഥ എന്നത് ഏറ്റവും തികച്ചമായിട്ടുള്ള ഏറ്റവും നമ്മളൊക്കെ കണ്ടാൽ തന്നെ വല്ലാത്ത വിഷമം തോന്നുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നരിമാൻ ഹൗസിലായാലും താജ് ഹോട്ടലിലായാലും ടൊറൻറ്റോ ഓബറോയ് ഹോട്ടലിലായാലും അവിടെയൊക്കെ കണ്ടത് എത്രയോ പേർ സാധാരണക്കാരായ ജനങ്ങളും അതിൽ ഫോറിനേഴ്സും ഉണ്ടായിരുന്നു. അവരൊക്കെ മരണപ്പെട്ടു. അതിൽ കുട്ടികളുണ്ടായിരുന്നു, അതിൽ സ്ത്രീകളുണ്ടായിരുന്നു. അവരൊക്കെ മരണപ്പെട്ടുകൊണ്ട് അതിൽ കഴുത്തിലും തലയിലും ശരീരത്തിലാകമാനവും ബുള്ളറ്റേറ്റുകൾ ഏറ്റുകൊണ്ട് ഗ്രനേഡിൻ്റെ സ്പ്ലെൻഡേഴ്സിൻ്റെ ഇഞ്ചുറിയിൽ മരണപ്പെട്ട് അവരുടെ ശരീരത്താകമാനമുണ്ടായ ബ്ലഡൊക്കെ വാർന്നൊലിച്ചുകൊണ്ട് ആ ബ്ലഡൊക്കെ ഒരു ചളി പോലെ കെട്ടിക്കിടക്കുകയായിരുന്നു നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും. ഈ ഓപ്പറേഷനിൽ ഒരു പങ്കെടുത്ത അല്ലെങ്കിൽ ഓപ്പറേഷനിൽ ടെററിസ്റ്റുകൾക്കെതിരെ പോരാടാൻ നിയുക്തമായ NSGയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് കമാൻഡോസ് എന്ന രീതിയിൽ ഇവിടെ ഞാൻ ഒരു വ്യക്തിയെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മേജർ സന്ധ്യ ഉണ്ണികൃഷ്ണൻ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള മേജർ സന്ധ്യ ഉണ്ണികൃഷ്ണൻ സാർ. തനിക്ക് നേരെ വന്ന 2 ടെററിസ്റ്റുകളെ വിരുന്നെഞ്ചിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ആ ടെററിസ്റ്റുകൾക്ക് നേരെ വെടിയുണ്ട തീർത്തുകൊണ്ട് നമ്മുടെ ധീരമായിട്ട് 2 ടെററിസ്റ്റുകളെ വധിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിക്കുന്നത്. അങ്ങനെ അതേപോലെ തന്നെയാണ് നമ്മുടെ കമാൻഡോസിൻ്റെ ഒരു ഗജേന്ദ്ര സിംഗ്. അങ്ങനെ ഒട്ടേറെ ഹേമന്ത് കർക്കറെ സാർ, തലാസ്കർ, അതേപോലെ അശോക് കാംറ്റെ, അതുകൂടാതെ ഒരു 15ഓളം സിവിൽ പോലീസ് ഓഫീസർ, സുരക്ഷാ ഭടന്മാരായിട്ടുള്ള ഏകദേശം 20 ആൾക്കാർ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ പരിക്ക് പറ്റിയ നമ്മുടെ NSGയുടെ തന്നെ പരിക്ക് പറ്റിയ 3-4 പേരുണ്ട്. അതിൽ ഏറ്റവും മാരകമായി പരിക്കുപറ്റിയ ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ദുഃഖമില്ല. അതേപോലെ ഈ പരിക്ക് പറ്റിയതിലും ഞാൻ ഒരിക്കലും ഒരു ദുഃഖമായി കാണുന്നില്ല. കാരണം ഞാൻ കണ്ട അവസ്ഥയിൽ എനിക്ക് മരണപ്പെട്ട് കഴിഞ്ഞാലും ആ അവസ്ഥയിൽ ഞാൻ അതിനെ തികച്ചും പ്രതിരോധിക്കണമെന്ന ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഒരു വെറിയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികളടക്കം മരിച്ചു വീഴുമ്പോൾ അവരുടെ ആ ശവശരീരം കണ്ടപ്പോൾ തന്നെ വളരെ വൈകാരികമായിട്ട് പ്രതികരണം ശേഷി വീണ്ടും ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് തന്നെ പോവുക, അത് ഏത് തന്നെ ആയാലും എന്താക്രമണം ഉണ്ടായാലും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ട് അതിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനും ആ ഓപ്പറേഷനിൽ പങ്കെടുത്തതും. തനിക്ക് നേരെ വന്ന അല്ലെങ്കിൽ ഓബറോയ് ഹോട്ടലിലുണ്ടായ 2 ടെററിസ്റ്റുകളെ മുഖാമുഖം ഫൈറ്റ് ചെയ്തുകൊണ്ട് ആ 2 ടെററിസ്റ്റുകളെ വധിച്ചു. ആ ടെററിസ്റ്റുകളിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞൊരു ഗ്രനേഡ് എൻ്റെ തലയുടെ ഹെൽമെറ്റിൽ മുകളിൽ നിന്ന് ബ്ലാസ്റ്റായി അതിൻ്റെ ഹെൽമെറ്റ് തുളച്ചുകൊണ്ട് 3 ഗ്രനേഡിൻ്റെ ചീളുകൾ എൻ്റെ തലയോട്ടിലേക്ക് ഇറങ്ങി. അതിലൊരു ചീൾ ഇപ്പോഴുമുണ്ട്. 2 റിമൂവ് ചെയ്തു. വൈദ്യസഹായത്തിൻ്റെ വിഷയത്തിൽ കോമയിൽ നിന്നും ഇപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ രക്ഷപ്പെട്ടതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത അറിയുന്നത്. ഇതിൽ മുഖ്യ സൂത്രധാരനായിട്ടുള്ള തഹാവൂർ റാണ, അമേരിക്കയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത തഹാവൂർ റാണ, പാകിസ്ഥാനിയായിട്ടുള്ള തഹാവൂർ റാണയാണ് ഇന്ത്യയിൽ നടത്തിയ ഈ ആക്രമണത്തിലെ മുംബൈ ഓപ്പറേഷനിലെ മുഖ്യ സൂത്രധാരൻ എന്നറിഞ്ഞു. അദ്ദേഹത്തെ നമ്മുടെ പലതരത്തിലുള്ള വിചാരണകൾ നടന്നു അദ്ദേഹത്തിനെതിരെ. അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് പോയിട്ടുള്ള വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ട് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. അങ്ങനെ അന്താരാഷ്ട്ര വിചാരണ കോടതി 2023 അദ്ദേഹത്തെ നമ്മുടെ രാജ്യത്തിന് കൈമാറുവാൻ ഉത്തരവിടുകയും ചെയ്തു.
പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ശക്തമായിട്ടുള്ള നേട്ടമെന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് വന്ന് ഏത് തരത്തിലും പ്രതിരോധിക്കാൻ വന്ന ഒരു ടെററിസ്റ്റുകളും തിരിച്ചു പോയിട്ടില്ല, തിരിച്ചു പോകാൻ വേണ്ടി നമ്മുടെ ധീരരായിട്ടുള്ള സൈനികർ വിട്ടിട്ടില്ല. അതിൽ രണ്ടാമത്തെ ഉദാഹരണം എന്നത് രാജ്യത്തിൻ്റെ അകത്ത് തന്നെ അല്ലാതെയും ഇതിന് സൂത്രധാരന്മാരായാലും നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ വന്ന ഏതൊരാളും രാജ്യത്തിനകത്തും അകത്തായാലും പുറത്ത് ഏതൊരു രാജ്യത്തായാലും അവരതിനു വേണ്ടി അതിന് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഉത്തമമായി കണ്ടെത്തും. അവരെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു വരും എന്ന ഏറ്റവും വലിയ ധീരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് ഇന്ന് നടന്നിരിക്കുന്നത്. നമ്മുടെ NIA അമേരിക്കയിൽ നിന്ന് നമ്മുടെ ഈ മുംബൈ ഭീകരാക്രമണത്തിൽ സൂത്രധാരനായിട്ടുള്ള തഹാവൂർ റാണയെ തിരിച്ചെത്തുകയാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ അതായത് എന്നും ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിയാവുന്നത് എന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും എത്ര പേരുണ്ട്, എത്ര ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തിയത് എന്ന് ഇദ്ദേഹത്തിൽ നിന്ന് ചിലപ്പോൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടുമായിരിക്കും. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അജ്മൽ കസബ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച അജ്മൽ കസബിനെ തൂക്കിലേറ്റിയ പോലെ തന്നെ ഏറ്റവും തക്കതായ ശിക്ഷ തൂക്കുമരണം തന്നെ